ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് ആയിട്ട് നല്ലൊരു അടിപൊളി സാൽമൺ കറി ഉണ്ടാക്കിയോ, അതും നല്ല ചട്ടിയിൽ. അപ്പോൾ ഞങ്ങൾ പുതിയൊരു ചട്ടി വാങ്ങി, ആ ചട്ടിയിൽ നിന്ന് ആദ്യമായിട്ടാണ് കറി ഉണ്ടാക്കുന്നത്, മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതേ ചട്ടി ഞങ്ങൾ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു, ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലായിട്ടൊന്നും ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് പച്ചമുളകും അതുപോലെ ഒരു കുഞ്ഞ് സവാളയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുള്ളിയുടെ കൂടെ തന്നെ കുറച്ച് സവാളയുടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഒരു കറി നമ്മുടെ മീൻ കറി ആയിരിക്കും കേട്ടോ. മീൻ കറി ഇല്ലാതെയുള്ളൊരു ക്രിസ്മസ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും അതുപോലെ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അധികം എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ കുടപ്പുളി ഒരു 5 ചോളയോളം കുടപ്പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. നന്നായിട്ട് കഴുകി നമ്മുടെ ചെറു ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇളകാനായിട്ട്. അപ്പം നമ്മുടെ ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രഷ് തക്കാളി ഉണ്ടെങ്കിൽ ഫ്രഷ് തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിവിടെ ചോപ്പിഡ് ടൊമാറ്റോ ആണ് നമ്മുടെ ടിന്നിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു 1/2 ടിന്നോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ഈ ഇതിനകത്ത് കിടന്ന് ഈ തക്കാളി നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. നല്ല കുറുകിയിരിക്കും, ഇങ്ങനെ വെള്ളം പോലെയൊന്നും കറി കിടക്കില്ല. അപ്പം നമ്മൾക്ക് എന്തായാലും മീൻ കറി ആകുമ്പോൾ നല്ല പുളിയും വേണമല്ലോ. അപ്പോൾ നമ്മൾ കുടപ്പുളിയും ഇടും, അപ്പോൾ ഈ തക്കാളിയും കൂടി ഇടുമ്പോൾ നല്ല പുളിയാവും. അതുപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പം ഈ തക്കാളി നമ്മൾ ഇടുമ്പോൾ നന്നായിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ ഉടഞ്ഞ്, തക്കാളി അതിലുണ്ടെന്ന് തോന്നാത്ത രീതിയിൽ ഉടഞ്ഞ് നല്ലപോലെ ഇതുപോലെ പേസ്റ്റ് പോലെ ആയി കിട്ടും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി വന്നു കഴിയുമ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ ഇങ്ങനെ തക്കാളി കുടഞ്ഞ് കിട്ടും. ആ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് നമ്മുടെ കുടപ്പുളി, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടപ്പുളി, ഞാൻ പറഞ്ഞ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളം നമുക്ക് മതിയാവില്ല കറിക്ക്. അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഞാനിവിടെ കെറ്റിയിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ എല്ലായിടത്തും എടുത്തൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ആ വെള്ളമില്ലേ, നമ്മുടെ മസാല വെള്ളം നന്നായിട്ടും തിളച്ച് വരണം കേട്ടോ. ഒന്ന് തിളച്ച് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വേണം നമ്മൾ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. മീൻ കഷ്ണം ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ആ മീൻ കഷ്ണമൊക്കെ വെള്ളത്തിലോട്ട് കറിയിലോട്ട് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി വെക്കണം. അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ഈ കുടംപുളി ഇട്ട് നന്നായിട്ട് വറ്റിക്കുന്ന മീൻ കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ അപ്പം തന്നെ ആ കറി എടുത്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ പിറ്റേ ദിവസമൊക്കെ നമ്മൾ നന്നായിട്ട് കുടംപുളിയൊക്കെ നന്നായിട്ട് ആ മീനിലോട്ട് ഇറങ്ങി നല്ല പുളിയൊക്കെ പിടിച്ച ശേഷം വേണം നമ്മൾ കറി എടുക്കാനായിട്ട്, നമ്മൾ ചോറിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല കുടംപുളിയൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ ആ ചാറൊക്കെ നല്ല പോലെ ഇരുന്ന് കുറുകി എന്നിട്ട് വേണം അത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു രാത്രി നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു വൈകുന്നേരം കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കേട്ടോ. നമുക്കിവിടെ കറിവേപ്പിലേക്ക് ഇത്തിരി പിശുക്കുണ്ട്, കാരണം നമുക്കങ്ങനെ നാട്ടിലെ പോലെ സുലഭമായിട്ട് കിട്ടില്ല. നമ്മൾ 1 പൗണ്ടൊക്കെ കൊടുത്ത ഒരു 4 ഇതളൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലായിട്ട് ഇടുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് മൂടി വെച്ച് ആവിയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് കറി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി തുറന്നിട്ട് തന്നെ വേവിക്കാം കേട്ടോ. കറിയുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം തുറന്നിട്ട് വേവിച്ചു, പതുക്കെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറി ചട്ടി കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് കറിയുടെ ഗ്രേവിയൊക്കെ വറ്റിപ്പോകും. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ നോക്കി നല്ല കറക്റ്റ് പാകമൊക്കെയാണ്. ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റാണ്. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ചട്ടി ഒന്ന് സൈഡിൽ ഒരു തുണി വെച്ച് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. കറിയുടെ എല്ലാ ഭാഗത്തോട്ടും അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ വെക്കാം കറി. ഇനി കറി അവിടെ ഇരുന്ന് ഒരു 5-6 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കറി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇതേ കണ്ടോ, നമ്മുടെ കറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തൊരു ഫോട്ടോയാണ്, ഒരു വീഡിയോ ആണ്. ഫോട്ടോ അല്ല കേട്ടോ, വീഡിയോ. അത് നോക്കി നമ്മുടെ കറിയുടെ കളറൊക്കെ നോക്കി നല്ല റെഡ് കളറായിട്ട് നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ കുറുകി നല്ല എന്താ പറയുക പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല ഉടഞ്ഞൊന്നും പോവാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും സാൽമണാണ്, ഭയങ്കര സോഫ്റ്റ് മീനാണ് നമുക്കറിയാമല്ലോ. പക്ഷേ എങ്കിൽ പോലും വലിയ ഉടച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് മീൻകറി വെച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ക്രിസ്മസ് ആശംസിക്കുന്നു. ബായ്.